സവിശേഷമായ സാമൂഹിക സാംസ്കാരിക ഘടന, ഉയർന്ന സാക്ഷരതാ നിരക്ക്, കരുത്തുറ്റ ആരോഗ്യ സംരക്ഷണ സംവിധാനം, അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കേരളം. എന്നിരുന്നാലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയരിൽ നിന്നുള്ള പണമയക്കലിനെ വളരെയധികം ആശ്രയിക്കുന്ന കേരളം പലപ്പോഴും സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. കേരളം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി മാറിയാൽ എന്ത് സംഭവിക്കും? ഈ പരിവർത്തനത്തിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തെ മാത്രമല്ല, ഇന്ത്യയെയും ലോകത്തെയും മൊത്തത്തിൽ ബാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി കേരളം ഉയർന്നു വന്നാൽ ഉണ്ടായേക്കാവുന്ന വിവിധ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് ആഴത്തിൽ കടക്കാൻ ഈ സാങ്കല്പിക സാഹചര്യം ക്ഷണിച്ചു വരുത്തുന്നു. ഈ വളർച്ചയെ നയിക്കാൻ കഴിയുന്ന സാമ്പത്തിക മാതൃകകൾ, നയിക്കുന്ന പ്രധാന വ്യവസായങ്ങൾ, അത്തരമൊരു പരിവർത്തനം കേരളത്തിലെ ജനങ്ങൾ, ഭരണം, സ്വത്വം എന്നിവയിൽ ചെലുത്തുന്ന കാര്യമായ സ്വാധീനം എന്നിവ നമുക്ക് പരിശോധിക്കാം. താരതമ്യേന ചെറിയ വ്യവസായ അടിത്തറയുള്ള കേരളത്തിന്റെ നിലവിലെ സമ്പദ് വ്യവസ്ഥ പണമയക്കൽ, കൃഷി, ടൂറിസം, സേവനങ്ങൾ എന്നിവയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഈ സാങ്കല്പിക സാഹചര്യത്തിൽ കേരളം ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി മാറുന്നത് അതിൻ്റെ സാമ്പത്തിക ഘടനയിൽ മാറ്റം വരുത്തും. ഈ നാടകീയമായ മാറ്റത്തിന് നിരവധി ഘടകങ്ങൾ കാരണമായേക്കാം. വിനോദസഞ്ചാരത്തെയും പണമയക്കലിനെയും ആശ്രയിക്കുന്നതിനപ്പുറം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും സുസ്ഥാപിതമായ അടിസ്ഥാന സൗകര്യങ്ങളും മുതലെടുത്ത് ശക്തമായ ഉൽപ്പാദന വ്യാവസായിക അടിത്തറ വികസിപ്പിക്കാൻ കഴിയും. IT, ബയോടെക്നോളജി, പുനരുപയോഗ ഊർജ്ജം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ പ്രധാന മേഖലകൾക്ക് വഴിയൊരുക്കാൻ കഴിയും. നികുതി ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെയും ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കുന്നതിലൂടെയും സംസ്ഥാനം ബിസിനസ്സുകൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന സാങ്കേതിക ആവാസ വ്യവസ്ഥയെ വളർത്താൻ കേരളത്തിന് കഴിയും. സർക്കാർ സംരംഭങ്ങളും സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങളും ചേർന്ന് പുതുമയും സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. ലോകോത്തര സാങ്കേതിക പാർക്കുകൾ നിർമ്മിക്കുന്നതിലൂടെയും സംരംഭകർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നതിലൂടെയും കേരളത്തിന് ദക്ഷിണേന്ത്യയുടെ സിലിക്കൺ വാലിയായി മാറാൻ കഴിയും. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, വിദേശ നിക്ഷേപം ആകർഷിക്കുകയും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലവാരം കൂടുതൽ ഉയർത്തുകയും ചെയ്യും. ഇക്കോ ടൂറിസം, ജൈവ കൃഷി, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ്. കേരളം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായിരുന്നെങ്കിൽ സുസ്ഥിര വ്യവസായങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുകയും ശുദ്ധമായ ഊർജ്ജത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വഴിയൊരുക്കുകയും ചെയ്യുമായിരുന്നു. സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്ന വ്യവസായങ്ങൾ വികസിപ്പിക്കുന്നതിനും വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും തീരപ്രദേശം, ജലപാതകൾ, വനങ്ങൾ തുടങ്ങിയ സമൃദ്ധമായ പ്രകൃതി വിഭവങ്ങൾ സംസ്ഥാനത്തിന് മുതലെടുക്കാൻ കഴിയും. വ്യവസായവൽക്കരണത്തിന് ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഊർജ്ജ മേഖലകളിൽ വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ നിക്ഷേപം ആവശ്യമാണ്. ഇതിനകം തന്നെ തിരക്കേറിയ പ്രവർത്തനങ്ങളുള്ള കേരളത്തിലെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വർദ്ധിച്ച വ്യാപാരം കൈകാര്യം ചെയ്യുന്നതിനായി വിപുലീകരിക്കാൻ കഴിയും. അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളും കണക്ടിവിറ്റിയും ഉപയോഗിച്ച് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്നതിനായി സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കാൻ കഴിയും. അതിവേഗ ട്രെയിനുകൾ, ഹൈവേകൾ, ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവ ചരക്കുകളുടെയും ആളുകളുടെയും തടസ്സമില്ലാത്ത സഞ്ചാരം ഉറപ്പാക്കും. കേരളത്തിൻ്റെ സമ്പത്തിനും സമൃദ്ധിക്കും ഗണ്യമായ സംഭാവന നൽകുന്ന നിരവധി മേഖലകൾക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. കേരളത്തിലെ ഉയർന്ന സാക്ഷരതാ നിരക്കും വർദ്ധിച്ചു വരുന്ന എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ബിരുദധാരികളുടെ എണ്ണവും IT മേഖലയ്ക്ക് അനുയോജ്യമായ ഒരു ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ ടെക് ഹബ്ബുകൾ സ്ഥാപിക്കുന്നത് ആഗോള കമ്പനികളെ ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ കേന്ദ്രമായി കേരളം മാറുകയും സംസ്ഥാനത്തിൻ്റെ GDP-യിൽ ഗണ്യമായ സംഭാവന നൽകുന്ന ഒരു ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. കായലുകൾ, കടൽ തീരങ്ങൾ, ഹിൽ സ്റ്റേഷനുകൾ, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് പേരുകേട്ട അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് കേരളം. ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം എന്ന നിലയിൽ വിനോദസഞ്ചാര അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനും പരീക്ഷണാത്മകവും ആഡംബരപരവുമായ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിന് കഴിയും. ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൽ ഗണ്യമായ നിക്ഷേപമുള്ളതിനാൽ സംസ്ഥാനത്തിന് അന്താരാഷ്ട്ര, ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവിൽ വർധനവ് കാണാൻ കഴിയും. ഇത് സാമ്പത്തിക വളർച്ചയെ കൂടുതൽ നയിക്കുന്നു. പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള ആഗോള മാറ്റം കണക്കിലെടുക്കുമ്പോൾ ഈ മേഖലയിൽ ഒരു നേതാവാകാൻ കേരളത്തിന് കഴിയും. സൗരോർജ്ജത്തിനായി സൂര്യപ്രകാശം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിനായി ശക്തമായ കാറ്റ്, ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കാൻ കേരളത്തിന് കഴിയും. ഈ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സംസ്ഥാനത്തിന് സ്വന്തം ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും ശുദ്ധ ഊർജ്ജം കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി മാറാൻ കഴിയും. വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും കേരളത്തിന്റെ നേട്ടങ്ങൾ അതിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിർണായക പങ്ക് വഹിക്കുന്നത് തുടരും.
ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും ആകർഷിക്കുന്ന ലോകോത്തര സ്ഥാപനങ്ങൾ വികസിപ്പിക്കാൻ സംസ്ഥാനത്തിന് കഴിയും. അതുപോലെ അന്താരാഷ്ട്ര രോഗികളെ പരിപാലിക്കുന്ന നൂതന ആശുപത്രികളും ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളുമുള്ള കേരളത്തിന് മെഡിക്കൽ ടൂറിസത്തിന്റെ കേന്ദ്രമായി മാറാൻ കഴിയും. അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും ഉൾപ്പെടുത്തി സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനം വിപുലീകരിക്കാൻ കഴിയും. ഇത് ആരോഗ്യ സേവനങ്ങളുടെ മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറ്റുന്നു. കേരളം ഇതിനകം തന്നെ കാർഷിക വൈവിധ്യത്തിന് പേരുകേട്ടതാണെങ്കിലും ജൈവ കൃഷിയിൽ സംസ്ഥാനത്തിന് മുൻപന്തിയിൽ നിൽക്കാൻ കഴിയും. ജൈവ ഉൽപ്പന്നങ്ങളുടെ ആഗോള ആവശ്യം വർദ്ധിച്ചതോടെ ആഭ്യന്തര അന്തർദേശീയ വിപണികൾക്കായി ഉയർന്ന നിലവാരമുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സമ്പന്നമായ കാർഷിക പൈതൃകം മുതലെടുക്കാൻ കേരളത്തിന് കഴിയും. കൂടാതെ കൃത്യമായ കൃഷി, കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ തുടങ്ങിയ കാർഷിക കണ്ടുപിടുത്തങ്ങൾക്ക് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും തൊഴിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും. സാമ്പത്തിക പരിവർത്തനം കേരളത്തിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നതിൽ സംശയമില്ലെങ്കിലും അതിന് ആഴത്തിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. ഈ മാറ്റങ്ങൾക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സമ്പത്തിന്റെ നേട്ടങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ശരാശരി പൗരന് അവരുടെ ജീവിത നിലവാരത്തിൽ ഗണ്യമായ പുരോഗതി അനുഭവപ്പെടും. സമ്പത്ത് വർദ്ധിക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, ജീവിത നിലവാരം എന്നിവയിലേക്കുള്ള മെച്ചപ്പെട്ട പ്രവേശനത്തിലേക്ക് നയിക്കും. പുതിയ വ്യവസായങ്ങളും അവസരങ്ങളും ഉയർന്നു വരുമ്പോൾ മധ്യവർഗം വളരുകയും തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും ചെയ്യും. സമ്പത്തിന്റെ ഒഴുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കും. സാമൂഹ്യക്ഷേമ പരിപാടികൾ, ഗ്രാമവികസനം, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ വർദ്ധിച്ച നിക്ഷേപം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുകയും അവരുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും. എല്ലാ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്ന നൈപുണ്യ വികസനത്തിലും സംരംഭകത്വ പരിപാടികളിലും കേരളത്തിന് കൂടുതൽ നിക്ഷേപം നടത്താം. ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയുടെ വെല്ലുവിളികളിലൊന്ന് ഗ്രാമീണ നഗര വിഭജനം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗര കേന്ദ്രങ്ങൾ അതിവേഗം വികസിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങൾ പിന്നിലാകും. ഇത് പരിഹരിക്കുന്നതിന് സമൃദ്ധിയുടെ നേട്ടങ്ങൾ സംസ്ഥാനത്തുടനീളം വ്യാപിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. സമതുലിതമായ വികസനം ഉറപ്പാക്കുന്നതിന് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലെ നിക്ഷേപം നിർണായകമാകും. കേരളം സമ്പന്നമാകുമ്പോൾ ആഗോള സംസ്കാരത്തിന്റെ സ്വാധീനം വർദ്ധിക്കുകയും സംസ്ഥാനത്തിന്റെ പരമ്പരാഗത ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. എന്നാൽ കലാരൂപങ്ങൾ, ഭാഷ, പാരമ്പര്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ കേരളത്തിന്റെ ശക്തമായ സാംസ്കാരിക സ്വത്വം അതിന്റെ അതുല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സഹായിക്കും. ആധുനികവൽക്കരണത്തെ പാരമ്പര്യവുമായി സംയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗതിയും അതിന്റെ സമ്പന്നമായ സാംസ്കാരിക വേരുകളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ സഹായിക്കും. സാമ്പത്തിക അവസരങ്ങൾ വർദ്ധിക്കുന്നതോടെ ഇന്ത്യയുടെയും ലോകത്തിന്റെയും മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെയും തൊഴിലാളികളെയും ആകർഷിക്കാൻ കേരളത്തിന് കഴിയും. വിവിധ പ്രദേശങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ജോലിയും മെച്ചപ്പെട്ട ജീവിത നിലവാരവും തേടി കേരളത്തിലേക്ക് വരുന്നതിനാൽ ഇത് ജനസംഖ്യാപരമായ മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. സംസ്ഥാനത്തിന്റെ വൈവിധ്യത്തെ കൂടുതൽ സമ്പന്നമാക്കുന്ന സംസ്കാരങ്ങളുടെ ഒരു മിശ്രിത കേന്ദ്രമായി മാറാൻ സംസ്ഥാനത്തിന് കഴിയും. കേരളം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാകുമ്പോൾ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ അനിവാര്യമായും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും. വികസനം സമഗ്രവും സുസ്ഥിരവുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അത്തരം ദ്രുതഗതിയിലുള്ള വളർച്ച കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. സമ്പത്തിനൊപ്പം ഫലപ്രദമായ ഭരണവും ആവശ്യമാണ്. പുതുതായി കണ്ടെത്തിയ സ്വത്ത് സുതാര്യമായും ഉത്തരവാദിത്തത്തോടെയും കൈകാര്യം ചെയ്യുന്നുവെന്ന് കേരള സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ എല്ലാ പൗരന്മാർക്കും അനുഭവപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ അഴിമതിയും ബ്യൂറോക്രാറ്റിക് കാര്യക്ഷമതയില്ലായ്മയും ഇല്ലാതാക്കേണ്ടതുണ്ട്. ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, ഭരണത്തിൽ സുതാര്യത വർദ്ധിപ്പിക്കുക എന്നിവ പ്രധാനമാണ്. സംസ്ഥാനത്തിന്റെ പുതിയതായി കണ്ടെത്തിയ സമൃദ്ധിയിൽ നിന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ സമഗ്രമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അസമത്വം, സാമൂഹിക നീതി, പാരിസ്ഥിതിക സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങൾ നയങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. സമ്പത്ത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹിക സുരക്ഷാ പരിപാടികൾ എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടാം. സമ്പത്തിന്റെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാകും. രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് അധികാരത്തിനായി മത്സരിക്കാൻ കഴിയും. വിഭവവിഹിതം, സാമൂഹിക ക്ഷേമം, ഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട് പുതിയ വെല്ലുവിളികൾ ഉയർന്നേക്കാം. രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സമവായം ഉണ്ടാക്കുകയും തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പൗരന്മാരെ ഉൾപ്പെടുത്തുകയും വേണം. കേരളം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി മാറുന്നതിൻ്റെ സാങ്കല്പിക സാഹചര്യം വലിയ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി കേരളം ഉയർന്നു വരണമെങ്കിൽ
അതിന് പ്രധാന വ്യവസായങ്ങൾ, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, സുസ്ഥിര വികസന രീതികൾ എന്നിവയിൽ തന്ത്രപരമായ നിക്ഷേപം ആവശ്യമാണ്. സംസ്ഥാനത്തിന്റെ പുതുതായി കണ്ടെത്തിയ സമ്പത്തിന് പൗരന്മാരുടെ ജീവിതം നാടകീയമായി മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിലും അസമത്വത്തെ അഭിസംബോധന ചെയ്യുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ഫലപ്രദമായ ഭരണം ഉറപ്പാക്കുക എന്നിവയുൾപ്പെടെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വെല്ലുവിളികളും ഇത് കൊണ്ടുവരും. ആത്യന്തികമായി ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാകാനുള്ള കേരളത്തിന്റെ യാത്ര അവിടുത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുക മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്തിലെയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായി മാറുകയും ചെയ്യും. സാമൂഹിക ക്ഷേമം, പാരിസ്ഥിതിക സുസ്ഥിരത, രാഷ്ട്രീയ സ്ഥിരത എന്നിവയുമായി സാമ്പത്തിക വളർച്ചയെ സന്തുലിതമാക്കുന്നതിലൂടെ കേരളത്തിന് സമൃദ്ധിയുടെയും പുരോഗതിയുടെയും ഒരു ദീപസ്തംഭമായി മാറാൻ കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.